സർവേശ്വരാങ്ങേ മാത്രം സർവസ്വമായി കരുതി ഞാൻ സർവദാരാധിക്കുന്നു. സർവേശ്വരാ, ഏതു ദുഃഖങ്ങളെയും സർവദാ മാറ്റിടുവാൻ സർവശക്തനല്ലാതെ ആരുമില്ലല്ലോ. വാഴുക സദാ നേരം സർവശക്തനെന്റെ കൂടെ, സർവവുമായി എനിക്കായി അങ്ങൊരുവൻ താൻ. കൈവിടല്ലേ കരുണേശ, കാത്തുകൊൾകാടിയേനെ, സർവവുമായി എനിക്കായി അങ്ങൊരുവൻ താൻ. സർവേശ്വര, അങ്ങേ മാത്രം സർവസ്വമായി കരുതി ഞാൻ സർവദാരാധിക്കുന്നു. സർവേശ്വര, ആനന്ദപ്പൂവേ പുതുനിലാവേ, ഭക്ത ലോകത്തിലെന്നും നെടുനിലാവേ, വാടാത്ത മല്ലിക പൂമലേരെ കനിവാർന്നു നിറഞ്ഞുള്ള പൂമധുവേ, ബ്രഹ്മാണ്ടമാകുന്നോരണ്ടജത്തിൽ നല്ല ദിവ്യപുരുഷന്റെ സന്മയങ്ങൾ ഓരോന്നു കണ്ടു, കണിക കണ്ടു എന്നിൽ ഓണം കളിക്കുവാൻ ഓടിവായോ. ബ്രഹ്മശ്രീ ശിവാനന്ദ ഗുരുദേവ തിരുവടികളുടെ പാതാരം നമസ്കരിച്ചും ആചാര്യന്മാരെ വന്ദിച്ചും ഭക്തജനങ്ങൾക്ക് എന്റെ നമസ്കാരം. കഴിഞ്ഞ വീഡിയോയില് പൂരം ജന്മനക്ഷത്ര മഹാമഹ ദിനത്തിൽ നടന്ന ഒരു മഹാ അത്ഭുതം ഞാൻ പങ്കുവയ്ക്കുകയുണ്ടായിരുന്നു. അതില് തിരുസ്വാമികൾ 60ാമത്തെ വയസ്സെന്നും 1117 എഴുതിയിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് 1118 കാരണം 60 വയസ്സ് തികയുന്നത് 1118. അതായത് 1117 നടന്ന ഒരു സംഭവം ഞാൻ സ്വാമി ധർമാനന്ദ ജിയിൽ നിന്നും ചോദിച്ച് അറിയുകയുണ്ടായി. അതിപ്രകാരമാണ്. ഭഗവാന്റെ തിടമ്പേറ്റി ഗജവീരന്മാരുടെ പുറത്ത് ഘോഷയാത്ര നടന്നു. ഭഗവാനോട് പറഞ്ഞാൽ നടക്കില്ല, അതുകൊണ്ട് ഭഗവാനോട് പറയാതെ നടത്തി. 18 പേർ പങ്കെടുത്തിരുന്നു. ഒരേ സ്ഥലത്ത് എത്തി ജനങ്ങൾ ഘോഷയാത്രയ്ക്ക് ചേർന്നു. ഘോഷയാത്ര ആശ്രമത്തിലെത്തുമ്പോൾ 1000കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. അന്ന് ലഹരി സ്വാമികൾ പാടിയതാണ് ആനന്ദ പൂവേ പുതു നീലാവേ. ഞാൻ മുമ്പ് പാടിയ കീർത്തനം അത് ചെങ്ങന്നൂർ ആശ്രമത്തിൽ ആണ് നടന്നത്. മേടമാസത്തിലെ പൂരം ആദ്യമായി ഗജവീരൻ ഭഗവാന്റെ തിടമ്പേറ്റി നടത്തിയ പൂരം 1117. അത് അവസാനിക്കുമ്പോൾ സ്ത്രീകൾ നൃത്തം വെച്ച് പ്ലാവിന്റെ മുകളിൽ മുട്ടിന്നാണ് സ്വാമിജി അടിയനോട് പറഞ്ഞത്. പക്ഷേ ഭഗവാൻ ചെങ്ങന്നൂര് ശാഖക്കാരെ കൊണ്ട് 10 അണ പ്രായച്ചിത്തം ചെയ്യിച്ചു. തന്റെ അനുവാദം കൂടാതെ ഘോഷയാത്ര നടത്തിയതായിരുന്നു അത്. അടുത്ത പൂരം ജന്മനക്ഷത്ര മഹാമഹത്തിനുണ്ടായ വേറൊരു അത്ഭുത കഥ എന്താന്ന് വെച്ചാൽ അത് 1119 മുമ്പായിരിക്കും. ഇതിനൊക്കെ മുമ്പായിരിക്കും. അതായത് 1113 ഭഗവാൻ ഇവിടെ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു പൂരം ആയിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്രകാരമാണ്. പുഞ്ചയിൽ കൊയ്ത്തിന് വേണ്ടി കായംകുളത്ത് പോയി. അണ്ണൻ എന്ന് വിളിക്കുന്ന ഒരു ചായക്കടക്കാരൻ ഉണ്ടായിരുന്നു. തിരിച്ചു വരുന്ന വഴി അയാളോട് അപ്പച്ചൻ കിടക്കാനുള്ള സൗകര്യം ചോദിച്ചു. ചായക്കടക്കാരൻ പറഞ്ഞു, ഇവിടെ അടുത്ത് ഒരു ആശ്രമമുണ്ട്, അവിടെ ചെന്നാൽ കിടക്കാൻ സ്ഥലവും ഭക്ഷണവും കിട്ടുമെന്ന്. ആശ്രമത്തിൽ ചെന്നപ്പോൾ ഭയങ്കര ആൾക്കൂട്ടം. അന്ന് ഭഗവാന്റെ ജന്മനക്ഷത്രമായിരുന്നു, ഭഗവാന്റെ ജന്മദിനം. അവിടെ പഞ്ചസാര മണലാണ്. ഇപ്പൊ സമാധിയും ഒക്കെ ഇരിക്കുന്ന സ്ഥലത്തെ എന്റെ ചെറുപ്പത്തിലും പഞ്ചസാര മണലായിരുന്നു.
ആശ്രമത്തിന്റെ മുൻവശത്ത് എല്ലാവരും മണപ്പുറത്ത് കിടക്കുന്നു. പാതിരാത്രി ആയപ്പോൾ ഭഗവാൻ എല്ലാവരോടുമായി പറഞ്ഞു, മഴ വരാൻ പോകുന്നു, എല്ലാവരും നെയ്ത്തുശാലയിൽ കയറാൻ പറഞ്ഞു. എല്ലാവരും അവിടെ തന്നെ കിടന്നു. എല്ലാവരും നനഞ്ഞു കുളിക്കുകയും ചെയ്തു. ഒടുവിൽ എല്ലാവരും നനഞ്ഞ് നെയ്ത്തുശാലയിൽ കയറി. ഇത് അപ്പച്ചന് ഒരു അതിശയം പോലെ തോന്നി. അങ്ങനെയാണ് ആശ്രമത്തിൽ ചേരാൻ തീരുമാനിച്ചത്. അപ്പം ഇത് വേറൊരു മഴയുടെ സൂചന മുൻപേ കൂട്ടി പറഞ്ഞ ഭഗവാന്റെ ഒരു അത്ഭുതം നടന്ന ഒരു ജന്മനക്ഷത്ര മഹാമഹമാണ്. ഭഗവാനെ 1113 കവിയൂര് വന്ന് ദർശിച്ചു എങ്കിലും ചേരാൻ കാരണമായ ഒരു അനുഭവമാണ് ഇത്. ഇത് കൂടാതെ തന്നെ ഞാൻ കേട്ടിട്ടുള്ളൊരു കഥ, അത് ഭഗവാന്റെ 100ാം ജന്മനക്ഷത്ര മഹാമഹത്തിന് കണ്ണംകുളം ശാഖയില് ഘോഷയാത്ര പുറപ്പെടുമ്പോൾ അന്ന് ബാക്കിയുള്ള എല്ലാ പ്രദേശത്തും ഒരാള് മറുപുറത്ത് നിന്നാൽ കാണാൻ വയ്യാത്ത തരം മഴ പെയ്യുമ്പോൾ ഘോഷയാത്രയുടെ മുൻപിൽ മഴ പെയ്തു പോയ കഥയും കേട്ടിട്ടുണ്ട്. അധികം വിദൂരമല്ലാതെ 80കളിൽ നടന്ന ഒരു അനുഭവ കഥയാണത്. അങ്ങനെ ഓരോ ആണ്ടിലും ജന്മനക്ഷത്ര മഹാമഹങ്ങൾ വേറിട്ട ഒരു അനുഭവമായി അനുഭവപ്പെടുന്നതും അനേകം ഇതുപോലുള്ള അനുഭവ കഥകൾ ഭഗവാന്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ന് നിങ്ങളുമായി ഇത് പങ്കുവയ്ക്കാൻ സാധിച്ചതില്ല. ഭഗവാനോട് കോടാനുകൂടി നന്ദിയോട് സ്തുതിച്ചുകൊണ്ട് ഈ ഭഗവൽ കഥകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ സമർപ്പിച്ചു കൊള്ളട്ടെ. നന്ദി, നമസ്കാരം.